നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ അടുത്ത് ഇത് പറയാൻ തോന്നി? ഒരു പെണ്ണും സഹിക്കാത്ത കാര്യമാണിത്. നിങ്ങൾ ഞാൻ ജീവന തുല്യം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തന്ന ശിക്ഷയാണത്. ഞാൻ പറയുന്നത് ഒന്ന് കേക്കേ. എൻ്റെ അടുത്ത് ഒന്നും പറയാൻ വരില്ല. പ്രേമിക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു? അപ്പൊ ഒക്കെ നിങ്ങളുടെ അഭിനയമായിരുന്നു അല്ലേ? അതിന് ഞാൻ അറിഞ്ഞു നീ പ്രസവിക്കാൻ അറിയാത്ത മച്ചിയാണെന്ന്. എനിക്കൊരു കുട്ടിനെ തരാൻ പറ്റാത്ത നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനടി? നീ ആ കരച്ചിലൊന്ന് നിർത്ത് പണ്ടാരടങ്ങാനായിട്ട്. എത്ര കാലമായി ഞാൻ പറയുന്നു നിങ്ങളടുത്ത് നമുക്കൊരു ഡോക്ടറിനെ കാണാന്നുള്ളത്. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാണ്ട് നിങ്ങൾ വേറെ പെണ്ണ് കെട്ടാൻ പോവുകയല്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾ എന്റെ മയ്യത്തായിരിക്കും കാണാൻ. ഓയ് ചാകടി, അങ്ങനെ നിന്റെ ശല്യം മാറിക്കിട്ടുമല്ലോ. നീ എന്ത് ചെയ്താലും വേണ്ടില്ല, ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. അതനുസരിച്ച് ജീവിക്കാനാണ് നിനക്ക് നല്ലത്. അവളെന്താ പറഞ്ഞ? സമ്മതിച്ചോ? അവളുടെ സമ്മതം കിട്ടിയിട്ടൊന്നും നടക്കില്ലമ്മ. അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. കുറച്ചു നേരം കഴിയുമ്പോ ഒക്കെ ശരിയായിക്കോളും. അവള് എന്തിനു കൽപ്പിച്ചു വിട്ടിട്ടാ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ? നീ അവളുടെ അടുത്തേ ഒന്നും കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇത്രയും കാലമായിട്ട് ഒരു പേരെക്കുട്ടിന് തരാൻ പറ്റിയിട്ടില്ല അവൾക്ക്. നിങ്ങളെന്താ നടന്നു വരുന്ന? വണ്ടി എടുത്തില്ലേ? ഇവിടെ നിന്നിട്ട് വരാൻ വണ്ടിയോ? അത് ഇപ്പോഴത്തെ പെട്രോളിന്റെ വിലക്ക്. പിന്നെ പെണ്ണാണ മോണ് ഇവിടത്തെ വണ്ടിയിലല്ലേ. ആ നിങ്ങൾ ഇരിക്കി, ഞാൻ ചായ എടുക്കാം. നമ്മള് പറഞ്ഞ സ്വർണ്ണം അവര് തരുമല്ലോ അല്ലേ? എന്റെ മോൻ ആദ്യത്തെ കല്യാണത്തിലേ ഒരു അബദ്ധം പറ്റി. അതൊക്കെ അവര് തരും, നിങ്ങൾ ബേജാറാവ് വേണ്ട. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്റെ കമ്മീഷന്റെ കാര്യത്തിൽ നിങ്ങൾ പിശുക്ക് കാണിക്കാണ്ടിരുന്നാ മതി. നിങ്ങൾ പെണ്ണിന്റെ വീട്ടിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അവരുടെ അടുത്ത് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും അതിൽ ഒരു പ്രശ്നമില്ല. കുട്ടിനെ തരാൻ അവർക്ക് 100 വട്ട സമ്മത. പിന്നെ നാളെ ഇവിടെ വന്നിട്ട് മറ്റോള് പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാ മതി. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവള് പേറുമില്ല, എന്റെ മകന്റെ തലയിൽ നിങ്ങളുടെ ഒഴിയുമില്ല. എന്നാ വേയിക്കണ്ട. 11 മണിക്ക് അവിടെ എത്താന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം പെണ്ണിന്റെ പാപ്പാക്ക് വേറെ എങ്ങോട്ടോ പോകാണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെ അവരുടെ അടുത്ത് വേഗം ഇറങ്ങാൻ പറയും. കഴിഞ്ഞില്ലേ നിന്റെ ഒരുക്കമാനം? ആ ബ്രോക്കർ അവിടെ വന്ന് കാത്തിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? റെഡി കഴിഞ്ഞു. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ ഇരുന്ന് മോങ്ങാണ്ടേ ആ പോണ കാര്യം ഒന്ന് ശരിയാവാൻ വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്ക്. ആ എന്തായാലും പോയ കാര്യം എല്ലാം പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ച നല്ല ദിവസമാണ് അത്ര. അപ്പൊ ഇവിടുന്ന് വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ പോയിട്ടേ നിക്കാഹ് ചെയ്ത് കൂട്ടിട്ട് വരാം. ആ അതാ നല്ലത്. നീ സ്വത്തിന്റെ മുതലിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അവര് നല്ല തറവാടികളാ. നമ്മൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി കൂടുതലല്ലാണ്ട് കുറയില്ല. പിന്നെ ഞാൻ കാക്കൂനടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ? നമ്മൾ കല്യാണം കഴിച്ചതേ താത്താക്ക് ഇഷ്ടായിട്ടില്ല അല്ലേ? ആർക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടാവില്ല. അതിന് താത്താനും കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല. സത്യത്തിൽ നിങ്ങൾ കുട്ടികളില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണോ എന്നെ കല്യാണം കഴിച്ചത്? അതും ഒരു കാരണമാണ്. പിന്നെ നീ അവളെ കണ്ടതല്ലേ, പഴയ പോലെ കോലമൊന്നുമില്ല. അവളെ കോലം കിട്ടു. നീ ആണെങ്കിലോ സുന്ദരി. എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടമായി. പിന്നെ നമുക്കാണെങ്കിലോ മക്കളും ഉണ്ടാവണില്ല. എല്ലാം കൂടി ആയപ്പോ പിന്നെ അങ്ങനെ നിന്നെ കെട്ടിയതാ. വിചാരിച്ച പോലെ നിന്നെ തന്നെ കിട്ടി. അപ്പൊ എനിക്ക് പ്രായമായ പിന്നെ നിങ്ങൾ വേറെ കെട്ടൂല്ലേ? അതെന്തായാലും ഉണ്ടാവില്ല. കാരണം നീ അത്രയ്ക്ക് സുന്ദരിയല്ലേ.
പുതുവണ്ണം ഇപ്പൊ തന്നെ ഇപ്പൊ അടുക്കളയിൽ കയറിയോ? ഇതൊക്കെ എന്തിനാ നീ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യാൻ ആവണില്ല ഇവിടെ. ആര് കഴിക്കലെന്തമ്മ? ഇവിടെ പണി നടന്നാ പോരെ? പിന്നെ നീ അതിന്റെ അടുത്ത് അധികം അടുക്കാനൊന്നും പോണ്ടാട്ടോ. ഇമ്മ നിന്റെ നല്ലതിനാണ് കേട്ടോ പറയുന്നത്. ഞാനിവിടെ വന്നിട്ട് ഒരു മാസമായി. ഇതുവരെയായിട്ടും താത്ത എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും മിണ്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ താത്താൻ്റെ അടുത്ത്? ഈ ഒരു മാസം കൊണ്ട് തന്നെ ഇവിടുത്തെ ഉമ്മാന്റെയും കാക്കൂന്റെയും സ്വഭാവമൊക്കെ എനിക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ താത്ത എൻ്റെ അടുത്ത് മിണ്ടാണ്ടിരുന്നിട്ട് എന്താ കാര്യം? കാക്കു എന്നെ പെണ്ണ് കാണാൻ വരുന്ന സമയത്ത് താത്തി ഒന്ന് എതിർത്തതാണെങ്കിൽ ഞാനും രക്ഷപ്പെട്ടിട്ടുണ്ടാവും, താത്തയും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാളും പാടെ അവിടെ വർത്താനം പറഞ്ഞിരിക്കുക. ഇവിടുത്തെ പണികളൊന്നും നടക്കണ്ടേ? ഒരാളയക്കുന്ന സമയത്ത് എല്ലാം കൃത്യമായിട്ട് നടന്നതാ. ഇപ്പൊ രണ്ടാളായപ്പോ വാശി മത്സരമായിരിക്കും അല്ലേ? ഉമ്മാക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന എന്താ ആകാശം തെളിഞ്ഞു വീഴോ? ഇവിടെ പണികളുണ്ടെങ്കിൽ അത് ചെയ്യാനും നമുക്കറിയാം. ഉമ്മ ഈ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ഇടപെടാണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണതേ ഞാനാണ്. അതൊക്കെ കണ്ടും കേട്ടും കൊണ്ട് നിന്നാലേ നിങ്ങൾക്കൊക്കെ നന്നു. ഇല്ലെങ്കിലോ ഉമ്മ മകനെയും കൊണ്ട് വേറൊരു കല്യാണം കൂടി കഴിപ്പിക്കോ? എന്നാ അതല്ലേ ഒന്ന് കാണേണ്ടത്. കഴിപ്പിച്ച് നീയൊക്കെ എന്ത് ചെയ്യോടി? നിങ്ങൾ ഈ ഗാർഹിക പീഡനം എന്ന് കേട്ടിട്ടുണ്ടാ? ഉമ്മയും മകനും കൂടിയിട്ടേ ഗോതമ്പുണ്ടി നിന്നിട്ട് അകത്ത് കിടക്കേണ്ടി വരും. ഇത് കാണും പോലെയല്ല സാധനം. ജഗജില്ല. പണത്തിന്റെ പവറാണ് അവൾക്ക്. അവനെ കൊണ്ട് വേറെ കെട്ടിക്കണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിലേ തള്ളിയും മകനും കൂടി തലേ കയറുള്ളൂ. എന്റെ ആദ്യത്തെ അമ്മായിമ്മേ ഇതിലും മോശമായിരുന്നു. അതിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. പിന്നെ ഇത് താത്ത കണ്ടോ, ഞാൻ ആരാണെന്ന് ഇവരറിയാൻ പോണേ ഉള്ളൂ. താത്ത ഇതൊക്കെ കണ്ടു പഠിച്ചോ, ഉപകാരപ്പെടും.